റൈവൽറി ഇതിൻ്റെ പ്രമേയം അതാണ്. അതുകൊണ്ട് തന്നെ അതത്ര എളുപ്പമല്ല ഷൂട്ട് ചെയ്യാൻ. ഒരു ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ഷോട്ടൊന്നുമല്ല, ഒരുപാട് സംഘടനാ രംഗങ്ങളുണ്ട്. അത് സംവിധാനം ചെയ്ത വൈശാഖിനെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിൽ നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. റിലീസിൻ്റെ കാര്യങ്ങളുമായിട്ട് അദ്ദേഹം ചെന്നൈയിലാണ്. അതുപോലെ തന്നെ ഉദയൻ, അദ്ദേഹവും ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. കമാലിനി ഓൺ ദ വേ ആണ്. ഷാജി വന്നിട്ടുണ്ടാവില്ല. ഷാജി, എല്ലാവരും ഈ ചിത്രത്തിൻ്റെ റിലീസിൻ്റെ പുറകിലാണ്. കാര്യം അത് ഒരുപാട് സ്ഥലങ്ങളിൽ റിലീസാകുന്ന ചിത്രമാണ്, ഒരുപാട് ഭാഷയിൽ റിലീസ് ആകാൻ പോകുന്ന ചിത്രമാണ്. ഇതിലെ സംഘടന രംഗങ്ങൾ പീറ്റർ ഹെയ്ൻ എന്ന് പറയുന്ന മാസ്റ്ററാണ് എൻ്റെ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. വളരെയധികം സമയമെടുത്താണ് ചെയ്തിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ ആദ്യത്തെ ഓർക്കുന്നു. പിന്നെ ഇതിൽ വളരെ സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ചാലാണ് ഗോപി സുന്ദർ. ഇതിലെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഈ സിനിമ ഏറ്റവും വലിയ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് എലിവേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ചിത്രം കണ്ട ആൾ എന്ന നിലയിൽ ഗോപി സുന്ദർ ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. താങ്ക് യു. കാര്യം സിനിമ കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതിലെ പാട്ടുകൾ നല്ലതാണ്. ഇതിലെ എല്ലാം നന്നാകാൻ തുടങ്ങുമ്പോൾ എല്ലാം നന്നാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ട്രീറ്റായി മാറട്ടെ. പുലിമുരുകൻ മലയാള സിനിമയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്കും എന്നും അഭിമാനിക്കാവുന്ന ഒരു സിനിമയായി ഇത് മാറാൻ സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം അത് കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പുറകിലെ കഷ്ടപ്പാടുകൾ ഒരിക്കൽ കൂടി ടോമിച്ചന് ഞാൻ നന്ദി പറയുന്നു. ഇത്തരമൊരു ചിത്രം എടുക്കാൻ തയ്യാറായത്, അതിനെ ഒരു പരിഭവം അല്ലെങ്കിൽ ഒരു പ്രയാസമോ ഒന്നുമില്ലാതെ അതിനെ ഈ റിലീസ് വരെ കൊണ്ട് എത്തിച്ചതിനും അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. ഈ മലയാള ഫ്രട്ടേണിറ്റി അങ്ങയോട് നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാവരും എന്നെ ഏൽപ്പിച്ചത്. വൈശാഖിനെ മിസ് ചെയ്യുന്നു. ഇവിടെ വൈശാഖ് വന്നിട്ടില്ല. വൈശാഖ് ചെന്നൈയിലാണ്. സോ വൈശാഖ് എല്ലാവരുടെയും അന്വേഷണം പറയാൻ പറഞ്ഞു. വൈശാഖിന്റെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ ടോമസ് ചേട്ടന്റെയും എല്ലാവരും ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ് ഈ സിനിമ. അപ്പൊ എന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് സംസാരിക്കാനല്ല, എന്റെ പാട്ടുകളും ഇതിലൂടെ ഞാൻ എന്റെ വർക്ക് നിങ്ങൾ കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ കേട്ടിട്ട് എൻജോയ് ചെയ്യുക, വിലയിരുത്തുക, അനുഗ്രഹിക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഈ സിനിമ മലയാളത്തിലെ എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന പോലെ മോഹൻലാൽ സാറിൽ നിന്ന് എല്ലാവരുടെയും ആഗ്രഹത്തിനൊത്തൊരു ചിത്രമായിരിക്കും. ഈ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് ഒരു 180ഓളം ദിവസം വർക്ക് ചെയ്ത് ലാസ്റ്റ് ഡേയിൽ ലാൽ സാർ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിന് വരുന്ന ഒരു ആവേശത്തോടെയായിരുന്നു ഈ ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്തത്. ശരിക്കും ഇങ്ങനെയുള്ള ഷൂട്ടിങ്ങൾ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് വല്ലാതായി പോകുന്നതാണ്. കാരണം എങ്ങനെയെങ്കിലും തീരണേ എന്ന് വിചാരിച്ചായിരിക്കും എല്ലാവരും ഷൂട്ടിങ്ങിന് വരുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം ആ സിനിമയോട് ലാൽ സാറിനുണ്ടായതുപോലെ തന്നെ ആ സിനിമയിൽ സഹകരിച്ച ഓരോരുത്തർക്കും ഉണ്ടായി. അത് ഇത്രയും സഹകരിച്ച എല്ലാ ടെക്നീഷ്യൻസിനോടും അതിനകത്ത് എല്ലാം കൂടെ നിന്ന് ടോമസിനോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നടന്ന ഒരാളെന്നുള്ള നിലയിൽ എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഇത്രയും വലിയൊരു സിനിമ മലയാളത്തിലേക്ക് നിർമ്മിക്കാൻ വേണ്ടി വന്ന ടോമസിനോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നന്ദി. മലയാള സിനിമയിൽ ആദ്യമായി 360 ലൈവ് ഷൂട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നമ്മുടെ ഫുൾ യൂണിറ്റ് ബോംബെയിൽ നിന്ന് മിസ് അനുഭ, അതുപോലെ മിസ്റ്റർ രാജ്, എൻ്റെ ഫുൾ ടീം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ഒളിമ്പിക്സും ഫിഫയും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറ്റിയെടുത്തു. അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ നന്നായി ഈ സിനിമ ലോകം അറിയട്ടെ, അതിനുള്ള എല്ലാവിധ എൻ്റെ വളരെ സുഹൃത്തായ ടോമച്ചൻ സാർ, അതുപോലെ എൻ്റെ ആരാധ്യനായ ലാലേട്ടൻ,
അതുപോലുള്ള ഒരുപാട് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രസ്റ്റീജിയസ് മൂവിയായി കഴിഞ്ഞ ഞങ്ങൾ കൈവച്ച ഒളിമ്പിക്സും ഫിഫ വേൾഡ് കപ്പും പോലെ തന്നെ ഇതും മഹത്തായ ഒരു സംരംഭമായി ചരിത്രത്തിന്റെ ഭാഗമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.